ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, മറ്റൊരു നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, വലിയ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. 50 ദിവസത്തെ നോമ്പ്, 40 ദിവസം നോമ്പും 10 ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവവും ചേർത്ത് 50 ദിവസത്തെ നോമ്പ് പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, കാനഡയിലെ ലണ്ടൻ മോർ ഗ്രിഗോറിയോസ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച് പ്രാർത്ഥനയോടെ കൊയറിനോട് ചേർന്ന് നമുക്ക് ഈ ഒരാഴ്ച ധ്യാനിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാ നിർഭരമായ ചില പാട്ടുകൾ ഒരുമിച്ച് ചേർത്ത് നമ്മൾ ധ്യാനത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നലകളിലുണ്ടായ വീഴ്ചകളും നമ്മുടെ ഭാരങ്ങളും ഒക്കെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചും നമുക്കിനി മുന്നോട്ട് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ധ്യാനിച്ചും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മക്കളായി തീരുവാനും ഈ നോമ്പും കർത്താവിൻ്റെ കഷ്ടാനുഭവവും ഒക്കെയും നമ്മുടെ ആചരണങ്ങളെല്ലാം കാരണമാകട്ടെ, അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹോശാന, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സേവ് നൗ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. കർത്താവിൻ്റെ കാലഘട്ടത്തിലെ ദൈവജനം ഉച്ചനീചത്വങ്ങളുടെയും അനീതിയുടെയും ഇരയായി കനത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും രോഗികളിലും പാപകരമായ അനുഭവങ്ങളിലും കിടക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദൈവപുത്രൻ മശിഹ വന്ന് അവരെ വിടുവിക്കുമെന്ന്. യേശുതമ്പുരാൻ കഴുതമേൽ വാഹനമേറി ഇതാ കടന്നു വരുമ്പോൾ അവർ വിളിച്ചു, ഞങ്ങളെ രക്ഷിക്കണമേ, ഹോശാന, ദാവീദ് പുത്രൻ. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഉച്ചനീചത്വങ്ങളുടെയും അനീതിയുടെയും സാമ്പത്തിക, ശാരീരിക, മാനസിക ഭാരങ്ങളിലൊക്കെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും വിളിക്കാം, ഈ ഹോശാന അനുഭവമായി തീരട്ടെ, ഞങ്ങളെ രക്ഷിക്കണമേ. Hosanna, Hosanna, Davidatmajanu Hosanna, 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 Davidatmajanu Hosanna. യെരൂശലേമിലെ വന്മലമേ, ഒരുകിലെന്നെ ആരേറ്റി, ഘരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഹോശാന, ഹോശാന, ദാവീദാത്മജനു ഹോശാന, 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 ദാവീദാത്മജനു ഹോശാന. Davidatmajanu Hosanna, 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 Davidatmajanu Hosanna. പാസ് ഓവർ, പെസഹ, അതൊരു കടന്നുപോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണുവാൻ സാധിക്കുന്നത്. വേദനയുടെയും ദുഃഖത്തിൻ്റെയും നാളുകൾ പിന്നിട്ട് സംഹാരദൂതൻ്റെ വലിയ സംഹാരതാണ്ഡവത്തിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് കട്ടിലപ്പടികളിൽ മേൽ പൂശി അവിടെ നിന്ന് രക്ഷ പ്രാപിക്കുന്ന ഇസ്രായേൽ ജനതതി നമുക്കും ധ്യാനിക്കുവാൻ കഴിയട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുരക്തത്താൽ ഒരു വീണ്ടെടുപ്പ്, ഒരു വിമോചനം. രഹസ്യം, രഹസ്യം ഉടയോനരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും.
രഹസ്യം രഹസ്യം കൽപ്പീശൻ രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും സ്വർഗീയനായ മണവാളാദി സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. അങ്ങനെ നമ്മൾ വലിയ വെള്ളിയാഴ്ചയുടെ അനുഭവത്തിൽ എത്തി നിൽക്കുന്നു. പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് കനത്ത ഭാരമുള്ള കുരിശുമായി ദൈവപുത്രൻ ഗോകുലത്തായിലേക്കുള്ള യാത്രയിലാണ്. വീണും എണീറ്റും ഭാരമേറിയ കുരിശു വഹിച്ചുകൊണ്ട് സ്ലീബ തോളിന്മേൽ നാക്കി തമ്പുരാൻ ഗോകുലത്തായുടെ മുകളിലേക്ക് നടക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വിമോചനത്തിനും വേണ്ടി. നമുക്ക് ധ്യാനിക്കുവാൻ സാധിക്കണം. വലിയ വെള്ളിയാഴ്ച ലോകത്തെ സൃഷ്ടിച്ചവൻ, ലോക സൃഷ്ടിയെ ക്രമീകരിച്ചവൻ, നമ്മെ പരിപാലിക്കുന്നവൻ ഗോകുലത്തായുടെ നെറുകയിൽ 2 കരങ്ങളും വിരിച്ച് ക്രൂശിതനായി കിടക്കുന്നു. ക്രൂശിൻ്റെ ചുവട്ടിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളിയേതാം നാൾ ബന്ധിതനായ കടലിനെ മണലാൽ ബന്ധിച്ചോ മരണനുകത്തെ തച്ചവനെ തരുവതിലേറ്റി ക്രൂശിച്ച വെള്ളിയതാം നാൾ പീലാത്തോസ് മൂഢജനത്തിൻ വിധിയെഴുതി. വെള്ളിയതാം നാൾ വിധിയേറ്റു ദൈവത്തെ ക്രൂശിച്ചോരും. ഏതൊരു വിശ്വാസിയുടെയും ആത്യന്തികമായ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ദിവസമാണ് ഈസ്റ്റർ. ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ വിമോചനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതിനെക്കാര്യം അറിയാം. ദൈവസന്നിധിയിൽ ഏറെ അനുഗ്രഹവും സമാധാനവും വിമോചനവും പ്രാപിച്ചവൻ അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടുന്നു. ശൂന്യമാക്കപ്പെട്ട കല്ലറ, തുറന്നു വയ്ക്കപ്പെട്ട കല്ലറ. അതിൽ നിന്ന് അവളൊരു സത്യം മനസ്സിലാക്കി. സ്ത്രീ എന്തിനാണ് കരയുന്നത്? കരച്ചിൽ അവളെ കണ്ണുനീരെല്ലാം മാറ്റി അവളെ ആശ്വസിപ്പിച്ച ദൈവപുത്രൻ ഇതാ പിതാവിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ നിന്നും മടങ്ങി വന്നവളെ ചേർത്ത് വെച്ചുവെങ്കിൽ, സമാശ്വസിപ്പിച്ചുവെങ്കിൽ, ഈ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കും സന്തോഷിക്കുവാനും ആശ്വസിക്കുവാനും സൗഖ്യം കിട്ടുവാനുമുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് നൽകുന്നു. നമുക്ക് ധ്യാനിക്കാം പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഈ ഈസ്റ്റർ എല്ലാറ്റിൻ്റെയും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമായി. ദൈവം അനുഗ്രഹിക്കട്ടെ. ജാതികളെ മോദിപ്പിൻ മറിയാമോദി താതനയാൻ തനയൻ കബറിനേറി. ദ്യുതിസുതരേ ദ്യുതിസുതരേ ദ്യുതിയാസന്നം പാരുളിയാം പകലതിനെ സ്തോത്രം ചെയ്യുവിൻ. ഉപഗതമായുദ്ധാനം ശിഷ്യന്മാരെ കരയായ്വിൻ കരയായ്വിൻ ഗുരുവേ